അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, തൃശ്ശൂർ ജില്ലയിലെ വളരെയധികം പ്രയാസം അനുഭവിക്കുന്ന ഒരു കുടുംബത്തെ നമ്മൾ സന്ദർശിക്കുകയുണ്ടായി. അവരുടെ വീടിൻ്റെ ഒരു സാഹചര്യം, അവരിപ്പോൾ താമസിച്ചു കൊണ്ടിരിക്കുന്ന ഓടുമേഞ്ഞ ഒരു വീട്, അത് തകർന്ന് താഴോട്ട് വീഴാനായ ഒരു സമയത്താണ് നാട്ടുകൂട്ടായ്മകൾ ചേർന്ന് ആ ഓട് ഒന്ന് നേരെയാക്കി കൊടുക്കുന്ന ഒരു പ്രവർത്തനം നടത്തിയത്. പക്ഷേ അവിടെ ഒരു സുരക്ഷിതമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ആ വീട്ടിലില്ല. മാത്രമല്ല, ഉമ്മയും ഉപ്പയും പ്രായമായവർ അവിടെയുണ്ട്. പിന്നെ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് മകളും അവളുടെ മകളുമാണ്. ഈ മകളെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭർത്താവ് ദുശ്ശീലങ്ങളും മദ്യപാനവും ഒക്കെയായി കുടുംബജീവിതം മുന്നോട്ട് പോകാൻ കഴിയാത്തതിൻ്റെ പേരിൽ അത് ഡിവോഴ്സിലെത്തിയിട്ടുള്ള ഒരു കുടുംബമാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം പരിസരത്തുള്ള വീടുകളിലൊക്കെ പോയി വീട്ടുജോലികളും മറ്റുമൊക്കെ ചെയ്തിട്ടാണ് ഇപ്പോൾ കുടുംബത്തെ പോറ്റിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ആ ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരിപ്പോൾ താമസിക്കുന്നത് മറ്റൊരു വാടക വീട്ടിലാണ്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഒരുമിച്ച് താമസിക്കുവാനും അതുപോലെ തന്നെ അവരുടേതായി അവരുടെ ആ മകളുടെയും പേരിലാണ് ഇപ്പോൾ അവർ ജീവിച്ചു കൊണ്ടിരുന്ന ആ ഓടുമേഞ്ഞ വീടുള്ള സ്ഥലമുള്ളത്. അവിടെ ഒരു നല്ല സൗകര്യമുള്ള, അവർക്ക് ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലുള്ള നമ്മുടെ ഷെൽട്ടർ ഹോംസിൻ്റെ പ്രൊജക്റ്റ് അനുസരിച്ച് നാം പറയുന്ന ഒരു സ്ക്വയർ ഫീറ്റിലൊക്കെയുള്ളൊരു വീട്, അതാണ് നമ്മളവിടെ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. സ്വാഭാവികമായിട്ടും ഒരു വീട് പൂർണ്ണമായി പൂർത്തിയാക്കാൻ നമുക്ക് ആവശ്യം വരാറുള്ളത് 6 ലക്ഷം രൂപയാണ്. ഈ ഒരു 6 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുള്ളത്. നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധയിലുണ്ടാകണം. കാര്യമായിട്ടും നമ്മൾ സഹായിക്കേണ്ടുന്ന ഒരു ഘട്ടമാണ്. നമുക്കറിയാം, ഒരു കുടുംബം മുന്നോട്ട് പോകണമെങ്കിൽ ഇന്ന് എത്രത്തോളം ചിലവുണ്ട് എന്നുള്ളത്. സ്വാഭാവികമായിട്ടും അപ്പുറത്തൊക്കെ വീടുകളിൽ പോയി ജോലി ചെയ്ത് കിട്ടുന്ന തുച്ഛമായ ഒരു പണം കൊണ്ട് എങ്ങനെയാണ് ഒരു കുടുംബത്തിന് സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നത്തിലേക്കൊക്കെ എത്താൻ കഴിയുക? നമ്മുടെ പ്രദേശത്ത് ഇതെല്ലാം വളരെയധികം ചിലവ് കൂടിയ ഒരവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ നമ്മുടെ കൈകളിൽ നിന്ന് നമുക്ക് നൽകാൻ കഴിയുന്ന ഒരു ചെറിയ വിഹിതമില്ലേ, അതായിരിക്കും ഒരു പക്ഷേ ആ മനുഷ്യരുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടാൻ നമുക്ക് അവസരമുണ്ടാവുക. ആ നൽകുന്ന ഒരു ചില്ലറ തുട്ടുകളായിരിക്കും ഒരു പക്ഷേ നാളെ ജീവിതത്തിൽ പരലോകത്തൊരു വലിയ സമ്പാദ്യവും സൗഭാഗ്യവുമായി മാറുക എന്ന് നമ്മൾ തിരിച്ചറിയണം. പ്രായമായ ഒരു ഉമ്മയെ, പ്രായമായ ഒരു ഉപ്പയെ, തൻ്റെ പ്രിയപ്പെട്ട മകളെ, ഇവരെ 3 പേരെയും പോറ്റണം. മകളുടെ പഠന ചിലവുകൾ വഹിക്കണം. മാത്രമല്ല, ഇതിന് സ്വന്തം കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണം. ഇതെല്ലാം ചെയ്യുന്നത് ഒരു സ്ത്രീയാണ്. അവർ ആ രൂപത്തിൽ അത് നിർവഹിച്ച് മുന്നോട്ട് പോകുന്നുണ്ട്. അവരെ നമുക്കൊന്ന് ഏറ്റെടുത്ത് സ്വന്തമായി സ്വസ്ഥമായി ഒരു വീട്ടിൽ താമസിക്കാനുള്ള സൗകര്യത്തിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് വളരെ പെട്ടെന്ന് തന്നെ ആ വീട് നമുക്ക് പൂർത്തിയാക്കേണ്ടതുണ്ട്. നിർബന്ധമായിട്ടും നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുകയും ധാരാളം ആളുകളിലേക്ക് എത്തിക്കുകയും വേണം. എത്രയും പെട്ടെന്ന് ആ പണം സ്വരൂപിച്ച് നമുക്കതിൻ്റെ പണി പൂർത്തീകരിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളെയും സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.